അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏത് സമയത്താണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് ഓഡിയൻസായ നിങ്ങൾ ഇൻഷാ അല്ലാഹ് കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ ആ രൂപത്തിൽ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യയായ ഹാജറ റളിയല്ലാഹു തആല അൻഹ ഗർഭം ധരിച്ച കഥയാണ്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായപ്പോൾ സന്തോഷം കൊണ്ട് സാറ റളിയല്ലാഹു തആല അൻഹയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹയും അള്ളാഹുവിനെ വാഴ്ത്തി പറഞ്ഞു. അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചു. അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയും സാലിഹായ കുട്ടിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ അതിവേഗം ദിവസങ്ങൾ കടന്നു പോവുകയും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 96-ാമത്തെ വയസ്സിൽ ഹാജറ റളിയല്ലാഹു തആല അൻഹ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. സന്തോഷത്തോടുകൂടി അവർ ആ കുഞ്ഞിന് ഇസ്മായിൽ എന്ന് പേരിടുകയും ഹാജറ റളിയല്ലാഹു തആല അൻഹ മുല കൊടുത്ത് പാലൂട്ടി വളർത്തുമ്പോൾ ആ കുഞ്ഞിനെ ഓമനിച്ച് താലോലിച്ച് വളർത്താൻ സാറ റളിയല്ലാഹു തആല അൻഹയും ഒപ്പം നിന്നു. രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടുകൂടി ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മറ്റൊരു പരീക്ഷണം വരികയാണ്. ഒരു ദിവസം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പെട്ടെന്ന് വന്നുകൊണ്ട് പറഞ്ഞു, ഹാജറ റളിയല്ലാഹു തആല അൻഹയോട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, എത്രയും പെട്ടെന്ന് റെഡിയാകണം കുഞ്ഞിനെയും കൂട്ടി. അങ്ങനെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും എടുത്ത് ആ ഉമ്മ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം യാത്ര തിരിച്ചു. എങ്ങോട്ടൊന്നില്ലാത്ത യാത്ര. കുറേ യാത്ര ചെയ്യും. രാത്രിയാകുമ്പോൾ എവിടെയെങ്കിലും വിശ്രമിക്കും. അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങും. ഇങ്ങനെ അവസാനം ഒരു മരുഭൂമിയിൽ ഹാജറ റളിയല്ലാഹു തആല അൻഹയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും എത്തിച്ചേർന്നു. ആ മരുഭൂമിയിലെത്തിയപ്പോൾ കറുത്ത മലകളുള്ള ആ മലകളുടെ സമീപത്ത് ഹാജറ റളിയല്ലാഹു തആല അൻഹയെ അവിടെ ഇരുത്തിക്കൊണ്ട് തൻ്റെ കയ്യിലുള്ള സഞ്ചി എടുത്തുകൊണ്ട് ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹയെ ഏൽപ്പിക്കുകയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിലൽപ്പം ഈത്തപ്പഴമുണ്ട്. ചെറിയൊരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവുമുണ്ട്. ഇത് രണ്ടും ഏൽപ്പിച്ചുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹയോട്, ഇനി ഇവിടെ കഴിഞ്ഞുകൊള്ളുക നീയും മകനും, എനിക്ക് പോകാനുണ്ട് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ഈ ആരാരുമില്ലാത്ത ഈ മലപ്രദേശത്ത് എന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ? ഈ കറുത്തിരുണ്ട മലകൾക്കിടയിൽ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യും? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി ഒന്നും പറയാതെ മുന്നോട്ട് നീങ്ങുന്നത് കണ്ടപ്പോൾ ഹാജറ റളിയല്ലാഹു തആല അൻഹ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ ഈ ചെയ്യുന്നത്? എങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക, അള്ളാഹു ഞങ്ങളെ കൈവടിയില്ല എന്ന മറുപടി കേട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വന്നുകൊണ്ട്, അതെ, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ പോകുന്നതെന്ന് പറയുകയും കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെച്ചുകൊണ്ട് യാത്ര പറഞ്ഞ് യാത്ര പോവുകയും ചെയ്തു. കണ്ണിൽ നിന്ന് വായുന്നത് വരെയും ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കി നിൽക്കുകയും
കുറേ അപ്പുറം കുന്നിൻ പ്രദേശത്തെത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കുമ്പം ഈ കുഞ്ഞിനെയും ഉമ്മയെയും കാണാതെക്കുമ്പം ദുആ ചെയ്യുകയാണ്, റബ്ബേ, എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭാര്യയെയും നിന്റെ സംരക്ഷണം തവക്കുലാക്കിക്കൊണ്ട് ഞാൻ ആ മലഞ്ചെരുവിൽ ഉപേക്ഷിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നീ അവർക്ക് സംരക്ഷണം നൽകണം റഹ്മാനെ എന്ന് ദുആ ചെയ്യുകയാണ്. അങ്ങനെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് യാത്ര പോയി. ചുരുക്കി പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് യാത്ര പോയതിനു ശേഷം അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചിയിൽ ഏൽപ്പിച്ച ഈത്തപ്പഴവും തോൽപാത്രത്തിൽ ഏൽപ്പിച്ച വെള്ളവും ഒക്കെ തീർന്നുപോയി. ആരാരുമില്ലാതെ സഹായത്തിന് ചോദിക്കാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ ഏകനായ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അന്നപാനീയങ്ങൾ കിട്ടാതെ പ്രയാസപ്പെട്ട ഹാജറ റളിയല്ലാഹു തആല അൻഹാക്ക് പാൽ വറ്റി വരണ്ടുപോയി. കുഞ്ഞിക്ക് കുടിക്കാൻ പാലില്ലാതായി. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ കുഞ്ഞിനെ അവിടെ നിലത്ത് കിടത്തിക്കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. പടച്ചവനെ, എൻ്റെ കുഞ്ഞിനെ നീ കാത്തുകൊള്ളണം, എൻ്റെ കുഞ്ഞിക്ക് വിശക്കുന്നുണ്ട്, വെള്ളം വേണം, അതിനുവേണ്ടി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു മലയുടെ ഭാഗത്തേക്ക് ഓടിക്കയറുകയാണ്. ആ മലയുടെ പേരാണ് സഫാ മല. ആ സഫാ മലയിലേക്കാണ് ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടിക്കയറുന്നത്. ഓടിക്കയറി അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ എവിടെയും വെള്ളമില്ല, ആളനക്കമില്ല. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ താഴോട്ടിറങ്ങി വന്ന് വീണ്ടും അപ്പുറത്ത് കാണുന്ന മറ്റൊരു മലയിലേക്ക് ഓടിക്കയറുകയാണ്. ആ മലയുടെ പേരാണ് മർവ. അങ്ങനെ മർവയുടെ മുകളിൽ നിന്ന് സഫയിലേക്ക് വീണ്ടും ഓടി, വീണ്ടും സഫയിൽ നിന്നിറങ്ങി മർവയിലേക്ക് ഓടി. ഇങ്ങനെ 7 വട്ടം ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ കുഞ്ഞിന് വെള്ളം കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ ഒരു ചരിത്ര സ്മരണയാണ് നാം ഇന്ന് ഹജ്ജിന് പോകുന്നവരും ഉംറ ചെയ്യാൻ പോകുന്നവരുമൊക്കെ സഈ ചെയ്യുമ്പോൾ സഫാ മർവയുടെ ഇടയിൽ കൂടെ 7 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അവിടെ തന്നെ കുറച്ചകലെ എത്തുമ്പോൾ ഒരു പച്ച ലൈറ്റ് കത്തുന്നത് കാണാം. ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് അല്പം വേഗത കൂട്ടി നടക്കുന്നതും നമുക്ക് ആ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ സ്മരണ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ട് 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തളർന്ന് ക്ഷീണിച്ച് വേർത്തുകൊണ്ട് ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴതാ പെട്ടെന്ന് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ അടുക്കൽ ഒരു മലക്ക് നിൽക്കുന്നു. മലക്ക് നിന്നത് മാത്രമല്ല, ഈ കുഞ്ഞ് കരഞ്ഞ് 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 അവസാനം സഹിക്കാൻ കഴിയാതെ കാലിട്ടടിക്കുകയാണ്. ആ കാലിട്ടടിച്ച സ്ഥലത്ത് പെട്ടെന്ന് വെള്ളം ഉറവ പൊട്ടി വന്നു. ഹാജറ ബീബി അത്ഭുതപ്പെട്ടു പോയി. വെള്ളം നിൽക്കുന്നില്ല, ശക്തമായ വെള്ളം വരികയാണ്. ആ സമയത്ത് ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു തടം കെട്ടിക്കൊണ്ട് ആ വെള്ളത്തെ തടഞ്ഞു നിർത്തി. അതിൽ നിന്ന് ഇഷ്ടംപോലെ വെള്ളമെടുത്ത് കുഞ്ഞിൻ്റെ വായിലേക്ക് ഉറ്റിച്ചു കൊടുക്കുകയും കുഞ്ഞത് കുടിക്കുകയും അതുപോലെ തന്നെ ഓടിത്തളർന്ന് ക്ഷീണിച്ച് അവശയായ ഹാജറ ബീബി റളിയല്ലാഹു അൻഹ അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുകയും ചെയ്തു. അങ്ങനെ അല്പസമയം കഴിയുമ്പോൾ ആ സ്ഥലത്ത് കൂടെ പറവകൾ ഇങ്ങനെ പറക്കുന്നത് കണ്ടു. ഹാജറ ബീവി ചിന്തിച്ചു, എവിടെ നിന്നാണ് ഇപ്പോൾ പറവകൾ വന്നത്? ഇതുവരെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. കാരണം അവിടെ വെള്ളമില്ല, മരുഭൂമിയാണ്. വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെയുള്ള ജീവികളൊന്നും കാണുന്നില്ല. ആ സ്ഥലത്താണ് പറവകൾ ഹാജറ ബീബി റളിയല്ലാഹു അൻഹയുടെയും കുഞ്ഞിൻ്റെയും മുകളിൽ കൂടെ ഇങ്ങനെ പാറിപ്പറക്കുന്നത് കാണുന്നത്. അല്പനേരം കഴിഞ്ഞ് അതുവഴി കടന്നു വരുന്ന ഒരു യാത്രക്കാർ, ആ യാത്രക്കാർ ദൂരെ നിന്നേ കാണുന്നു പറവകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത്. അവർക്കും അത്ഭുതമായി, ഒരു വെള്ളം പോലുമില്ലാത്ത ഈ സ്ഥലത്ത്, ഇരുട്ട് നിറഞ്ഞ ഈ പ്രദേശത്ത് ഈ പറവകൾ ചുറ്റി പറക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ എങ്ങാനും വെള്ളം കിട്ടിയിട്ടുണ്ടോ? എന്താണ് സംഭവമെന്ന് അന്വേഷിക്കാൻ വേണ്ടി ആ യാത്രക്കാരിൽ നിന്ന് 1-2 പേർ താഴോട്ടിറങ്ങി അന്വേഷണം നടത്തി. അവസാനം അവർ എത്തിയത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഉമ്മയെയും ഇരുത്തിയ അതേ സ്ഥലത്തേക്ക്, അഥവാ ഈ വെള്ളം ഉറവ പൊട്ടിയ സ്ഥലത്തേക്ക്. ഉടനെ തന്നെ അവർ ഓടിപ്പോയി, അവിടെ വെള്ളമുണ്ട്, അവിടെ നമുക്ക് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് അവരൊക്കെയും
ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹായോട് സമ്മതം ചോദിക്കുകയും, ഹാജറ ബീബി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കുടിച്ചുകൊള്ളുക, പക്ഷേ ഇത് നിങ്ങൾക്ക് സ്വന്തമല്ല, ഇത് എനിക്ക് സ്വന്തമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ യാത്രാ സംഘം അവിടെ ഇരിക്കുകയും വെള്ളം കുടിക്കുകയും ഹാജറ ബീബി റളിയല്ലാഹു അൻഹാക്ക് ഇഷ്ടംപോലെ പഴവർഗ്ഗങ്ങൾ നൽകുകയും സമ്മാനിക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ആ വെള്ളം ഏതാണെന്ന് നമുക്കൊക്കെ അറിയാം, സുപരിചിതമാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഉറവ പൊട്ടിയ ആ വെള്ളം ഇന്നും ഉറവ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും അത് വറ്റിയിട്ടില്ല. അത് ലോകത്തുള്ള നാനാഭാഗത്തുള്ള ആളുകളും ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സംസം വെള്ളം. ആ സംസം വെള്ളം നാം എടുക്കുമ്പോൾ, നാം അത് കുടിക്കുമ്പോൾ ഒക്കെയും ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അതുപോലെ സഫയിൽ കൂടെ അങ്ങോട്ട് ഓടുമ്പോൾ, മർവയിൽ കൂടെ നടക്കുമ്പോൾ, ഈ സമയത്തൊക്കെയും നാം ഹാജറ ബീബി റളിയല്ലാഹു അൻഹായെയും ഇവർ 3 പേരെയും സ്മരിക്കാത്ത ഒരു ഉംറയോ ഒരു ഹജ്ജോ ലോകത്ത് ഒരാൾക്കും തന്നെ ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മറ്റൊരു പരീക്ഷണം അല്ലാഹു തആല നൽകുകയാണ്. എന്തായിരുന്നു ആ പരീക്ഷണമെന്ന് നമുക്കെയും കേട്ട് കഴിഞ്ഞതാണ്. എങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് അടുത്ത വീഡിയോയിൽ കടക്കാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.